ഇങ്ങനെ വന്ന് കോളറി പിടിച്ച് നിന്നെ ജീവനോടെ കൊല്ലാതെ വിടത്തില്ല എന്ന് പറഞ്ഞ് വലിച്ചെറിയണം. അത്രയേ ഉള്ളൂ. മനസ്സിലായി കാണുമോ? ഒരു സീന് പ്രാക്ടീസ് ചെയ്യായിരുന്നു. മറ്റന്നാളാ ഷൂട്ട്. തെറ്റാണ്. അല്ല, ശരിക്കും ഷൂട്ടിന് വേണ്ടിട്ടാ. അതല്ല, ഒന്നെങ്കിൽ ജീവനോടെ വിടത്തില്ലെന്ന് പറയണം, ഇല്ലെങ്കിൽ കൊല്ലാതെ വിടത്തില്ലെന്ന് പറയണം. ഈ ജീവനോടെ കൊല്ലാതെ വിടത്തില്ലെന്ന് പറഞ്ഞാ അതിന്റെ അർത്ഥം എന്തുവാ? താങ്ക്സ് ഫോർ യുവർ കറക്ഷൻ. അല്ല, ഈ ഷൂട്ടിംഗ് സെറ്റിൽ പോയി തെറ്റിപ്പോയെങ്കിലോ ആകെ നാണക്കേടായനെ. അല്ല, നിങ്ങൾ ഏത് ഫ്ലാറ്റാ? അറിഞ്ഞിട്ട് എന്തിനാ? അല്ല, ഇതിനു മുന്നേ നിങ്ങളെവിടെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചാ. തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഈ അപ്പാർട്ട്മെന്റ് അല്ല, അപ്പുറത്തെ അപ്പാർട്ട്മെന്റാ. പിന്നെന്താ ഇവിടെ? ഞങ്ങളുടെ അവിടെ അയല് സ്ഥലമില്ല, അവിടെ മൊത്തം തുണി വിരിച്ചേക്കാം. അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന. സെക്യൂരിറ്റി ഒന്നും പറഞ്ഞില്ലേ? സെക്യൂരിറ്റി ഒന്നും പറഞ്ഞില്ല. നിങ്ങളുടെ സെക്രട്ടറി നീലമേഘൻ സാറില്ലേ, നീലമേഘൻ സാറിന്റെ മോള് ഞാനും ഒന്നിച്ചാ പഠിക്കണേ. ആരതി, ഞാൻ അങ്ങളോട് ചോദിച്ചിട്ടാ. ഇനി നിങ്ങൾക്ക് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങളോട് സംസാരിക്കും. എനിക്കെന്ത് പ്രശ്നം? നിങ്ങൾ തുണി ഉണക്കാനിട്ട്. ബ്ലഡി മിസ്യൂസ് ഓഫ് പവർ. സ്വാധീനം ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ എന്തും ചെയ്യാവുന്ന അവസ്ഥയായി. എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് മനസ്സിലാവൂല. ഉണക്ക്. അല്ല, എനിക്ക് മനസ്സിലാവാത്ത എന്താ? ഒന്ന് പറഞ്ഞ് ഞാനൊന്ന് കേക്കട്ടെ. അതിവിടെ ഒരു അയലിപ്പത്ത് നനഞ്ഞ തുണി വിരിക്കാൻ പോലും ഇവിടെ ഇപ്പൊ ഹോൾഡ് വേണമെന്ന് പറയേണ്ട അവസ്ഥയാ. ഇവിടെ സമാനമായിട്ട് ടെറസ് യൂസ് ചെയ്യാൻ പറ്റില്ല. സാറേ, ഈ 7G മുകളിലാണോ? മുകളിലോട്ട് പോകാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അതെന്താ സാറേ? ഒന്നുമില്ല, 7G മുകളിലാണെന്ന്. എടോ, ബിരിയാണിയാണോ? ഓ, ചിക്കൻ, ബീഫ്, മട്ടൺ. ഏത് കടയാണ് സർ? ഓർഡർ 350 rupees, sir. ജോസേട്ടാ, ഒരു 350 രൂപ വരുമോ? എന്തിനാ സാർ? ആദ്യം താ, പിന്നെ സംസാരിക്കാം. ചേഞ്ച് ഉണ്ടോ സാറേ? സർ, ശരി സാർ. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള മൂഡില്ലായിരുന്നു. ഒരു മട്ടൻ ബിരിയാണി എൻ്റെ മൂഡ് മാറ്റി. ജോസേട്ടാ നിക്ക് സാർ, കഴിയട്ടെ. പിടി. സാറിൻ്റെ ഇരിക്കട്ടെ. സാറിനാ പൈസയ്ക്ക് ആവശ്യം, എനിക്ക് വേണ്ട. സാറിങ്ങനെ തന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ചോണ്ട് പോകാനാണെങ്കിൽ പിന്നെ എന്തിനാ സാറേ എനിക്ക് കാശ് തന്നത്? അയ്യോ ജോസേട്ടാ, അങ്ങനെ പറയല്ലേ. ഇത് ജോസേട്ടൻ്റെ കാശാണ്. എന്റെ പൂർണ്ണ മനസ്സോടുകൂടി ജോസേട്ടന് തന്ന കാശാ. പക്ഷെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. സാർ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങിച്ചോണ്ടിരിക്കുവല്ലേ. മട്ടൻ ബിരിയാണിയാ സാർ? നോക്ക്, സാറിൻ്റെ കയ്യിൽ കാശ് ഇല്ലാതിരുന്നിട്ടും സാറിന് മട്ടൻ ബിരിയാണി തിന്നാൻ തോന്നിയില്ലേ? പക്ഷെ എൻ്റെ കയ്യിൽ ഇത്രയും പൈസ ഇരുന്നിട്ട് എനിക്ക് തോന്നിയില്ലല്ലോ. ഞാനിപ്പോഴും പഴങ്കഞ്ഞാ കുടിച്ചത്. കാശ് എന്തോന്ന് ജോസേട്ടാ, ഇന്ന് വരും നാളെ പോവും. ജോസേട്ടൻ ഇന്ന് കഴിച്ചില്ലെങ്കിൽ എന്താ, നാളെയും കഴിച്ചൂടെ? പക്ഷെ എനിക്ക് അങ്ങനെയല്ല. അതെന്താ, സാറ് പോകുന്നിടത്ത് മട്ടൻ ബിരിയാണി കാണൂല? അതെവിടെ? ഇനി ഞാൻ ആ കാശ് ചോദിക്കില്ല കേട്ടോ. അത് ജോസേട്ടന്റെ കാശാണ്. ഇനി ഞാൻ ആ കാശ് ചോദിച്ചാൽ എന്റെ പേര് ജോസേട്ടന്റെ പട്ടി കിട്ടും. അയ്യോ സാർ, ഞാൻ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല കേട്ടാ. അന്നേരത്തെ ഒരു ആവേശത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ബിരിയാണി നടക്കുന്നുണ്ടാവും, ഞാൻ പോയി കഴിക്കട്ടെ. ശരി. ജോസേട്ടാ, ടെറസിൽ കുറച്ച് തുണി ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട്. അതും ചേട്ടനുള്ളതാ. ഉണങ്ങി ഉടനെ. അതെന്താ സാറേ? ഞാൻ പോകുന്ന സാറ് പോകുന്നിടത്ത് തുണിയും വേണ്ടെന്നല്ലയോ പറയാൻ വരുന്നേ? അത് ഏത് സ്ഥലം? തുണി വേണ്ട, കാശ് വേണ്ട, ബിരിയാണി വേണ്ട. അവിടെ പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകും ഒരു ദിവസം. 350 രൂപ എടുത്തപ്പോൾ 3 പീസ് മട്ടൺ. ബ്ലഡി ഇൻഫ്ലേഷൻ.
സമയമായടാ. 5 ഫ്ലോറും കയറി ഒറ്റ ഫോഴ്സിൽ അങ്ങ് ചാടിയിരിക്കണം. റെഡി? റെഡി സർ. സ്റ്റാർട്ട് ക്യാമറ. റോളിംഗ് സർ. ആക്ഷൻ. അമ്മ, എന്താടാ നീ കഥയ്ക്കുന്നത്? നിനക്ക് വയ്യേ? ഉച്ചയ്ക്ക് ഒരു ബിരിയാണി കഴിച്ചായിരുന്നു. എന്നിട്ട് ഉടനെ ഓടിയോണ്ടാണെന്ന് തോന്നുന്നു. ഒരു പിടുത്തം. ബാത്റൂമിൽ പോയാലേ ശരിയാവൂ. എടാ കഴിച്ചോ, ആരെങ്കിലും ഓടുവാടാ. എവിടെയെങ്കിലും ഇരി, എന്നിട്ട് കുറച്ച് വെള്ളം കുടി. ആമാ, ഇരിക്കാണ്. എടാ ഞാൻ വിളിച്ചതേ നമ്മുടെ ഓഡിറ്ററങ്കിളില്ലേ, ആ, പുള്ളി ഇന്ന് രാവിലെ പോയി. എവിടെ പോയി? എടാ മരിച്ചുപോയെന്ന്. അയ്യോ. ആടാ, അടുത്ത മാസം പുള്ളിയുടെ മോളുടെ കല്യാണമായിരുന്നേ. നാളെ ഒരു ഫാമിലി ആയിട്ട് കല്യാണം വിളിക്കാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അവർക്ക് വേണ്ടി പുളിഞ്ചിക്കൊക്കെ പറിച്ച് അച്ചാറിട്ട് വെച്ചതാ. എല്ലാം വേസ്റ്റായി. പുളിഞ്ചിക്ക് അച്ചാറാമ? അത് വേസ്റ്റ് ആവൂല. നിന്റെ അച്ഛൻ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ ആ ഓഡിറ്ററങ്കിളുടെ കാര്യാ പറഞ്ഞത്. മോളുടെ കല്യാണത്തിന്റെ വലിയ സന്തോഷത്തിലായിരുന്നു പുള്ളി. ആ, പോട്ടെ അമ്മ. ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവനെ നേരത്തെ വിളിച്ചോണ്ട് പോകണം. പോവാൻ റെഡിയായിരിക്കുന്നവനെ വിടുന്നുമില്ല. എന്നുവെച്ച് ലൈഫ് ഈസ് ഫുൾ. ശരി ശരി ശരി. ലൈഫ് ഈസ് ഫുൾ ഓഫ് പെയിൻ ആൻഡ് നിന്നെ വിളിച്ചോളാം. ശരിയടാ. എൻ്റെ ഒരു ബിരിയാണി. ദൈവമേ. നീ എന്താ ചാടാൻ പോകണോ? ഒന്നുമില്ല ഏട്ടാ, ഞാൻ ചുമ്മാ കാലെടുത്ത് വെക്ക. ഇതെന്താടാ, സ്വിമ്മിംഗ് പൂളാ? നിന്റെ നിൽപ്പത്ര പന്തിയല്ലല്ലോ. ഒന്നുമില്ല ഏട്ടാ, ചേട്ടൻ പൊക്കോ. കള്ളം പറയരുത്. നീ ചാടാനല്ലടാന്നത്. ചാടിച്ചാവാൻ മാത്രം നിനക്ക് എന്താ പറ്റിയേ? എന്റെ പ്രശ്നം പറഞ്ഞ ചേട്ടന് മനസ്സിലാവില്ല. അതുകൊണ്ട് ചേട്ടൻ ചേട്ടന്റെ കാര്യം നോക്കിപ്പോ. എന്താ നിനക്ക് പറ്റിയേ? എന്താണ് നിന്റെ പ്രശ്നം? ടെക്നിക്കലി നീ ഇപ്പോൾ ഇതിന്റെ ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങിയിരിക്കണം. അതിനുവേണ്ടിയായിരുന്നല്ലോ ഈ ബിൽഡപ്പ്. നീ എന്താ മോനെ ഇങ്ങനെ ഒന്നും മിണ്ടാ നിൽക്കുന്നേ? എനിക്ക് പറയാൻ താല്പര്യമില്ല ഏട്ടാ. അടിപൊളി. അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് കേൾക്കാൻ ഇപ്പൊ ക്ഷമയില്ല. ഉച്ചയ്ക്ക് കൊതിമൂത്തിട്ടൊരു മട്ടൻ ബിരിയാണി വാങ്ങി കഴിച്ചു. എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് ബാത്റൂമിൽ പോയാലേ ശരിയാവത്തുള്ളൂ. പോണതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. അത് നീ ഒന്ന് കേക്ക്. എന്നാ പറഞ്ഞിട്ട് പോ. നിനക്ക് എത്ര വയസ്സായി? 18. എടാ, ഇപ്പോഴാടാ ജീവിതം തുടങ്ങുന്നത്. വീട് വിട്ട് വെളിയിൽ പോയിട്ട് ലോകം കാണുന്ന പ്രായമാണിത്. ഒറ്റയ്ക്ക്. അതിൽ പേടി തോന്നിപ്പിക്കുന്ന ധാരാളം വിഷയങ്ങളുണ്ടാവും. പക്ഷെ അതിന്റെ ബ്യൂട്ടി ഒന്ന് വേറെയാടാ. അത് കാണാതെ പൊക്കളയരുത്. അത് ഭയങ്കര അടിപൊളിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് നിന്റെ തലവര പോലെ ഇരിക്കും. പക്ഷെ നീ അത് എക്സ്പീരിയൻസ് ചെയ്യണം. ഫസ്റ്റ് എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടാകും. അതിൽ നല്ലതും കാണും, ചീത്തയും കാണും. അതൊക്കെ വന്ന് നീ അനുഭവിച്ചു നോക്ക്. അത്ര എനിക്ക് പറയാനുള്ളൂ. നിന്റെ നിൽപ്പ് കണ്ടിട്ട് അത്ര പന്തി ഒന്നില്ലല്ലോ. എനിക്ക് സമാധാനമായിട്ട് അപ്പിടണം. നീങ്ങ വന്നേ. കൈവിടറോ? ഓടാ ഇങ്ങോട്ട്. ഇതിലും മുകളിൽ എന്നോട്ട് ചോദിപ്പിക്കരുത് പ്ലീസ്. ഇങ്ങ വന്നേ. ചേട്ടാ, ചേട്ടന്റെ കാര്യം നോക്കിയാ പോരെ? നീ അവിടെ ഇരി. സമയം വളരെ വിലപ്പെട്ടതാണ്. ഞാനിപ്പോ വരാം. ഞാൻ വരുന്നതിന് മുന്നേ നിന്റെ മനസ്സ് മാറിയ എൻ്റെ ഫ്ലാറ്റ് 3G 2 ബെല്ല് അടിച്ചിട്ട് നീ പൊക്കോ. ഓക്കെ?
സാർ